ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിരുന്നു ശ്രീ സൂർദാസ്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. കണ്ണ് കാണില്ല എങ്കിലും കണ്ണന്റെ സാന്നിധ്യമെങ്കിലും ഒന്നറിയാൻ വല്ലാതെ കൊതിച്ചു. അദ്ദേഹം മനസ്സുരുകി കണ്ണനെ വിളിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഹരിചന്ദനത്തിന്റെയും വനമാലയുടെയും ഗന്ധം അനുഭവപ്പെട്ടു. കണ്ണാ, കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണ് കാണാത്ത അദ്ദേഹം കണ്ണനെ തിരഞ്ഞു നടന്നപ്പോൾ കണ്ണൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിപ്പിടിച്ചു. ആനന്ദലഹരിയിൽ കുതിർന്ന സൂർദാസ്, കൃഷ്ണ, കൃഷ്ണ, ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ വാരിപ്പുണരാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അദ്ദേഹത്തെ തള്ളി മാറ്റി മാറിപ്പോയി. അപ്പോൾ ചിരിച്ചുകൊണ്ട് സൂർദാസ് പറഞ്ഞു, എന്റെ കൃഷ്ണ, ഇതത്ര വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. കുവാലയ പീഠത്തെ വധിച്ചതും ചാണൂര മുഷ്ടന്മാരെ തോൽപ്പിച്ചവനും ഗോവർദ്ധനത്തിനെ കുടയാക്കിയവനുമായ നിനക്ക് എന്നെ തള്ളി മാറ്റുവാൻ നിഷ്പ്രയാസം കഴിയും. ആരും ഇതിനെ കേമമായി എന്ന് പറയില്ല കണ്ണ. നീ അത്ര വലിയ മിടുക്കനാണെങ്കിൽ കാണട്ടെ. എൻ്റെ ഭക്തിയാകുന്ന പാശം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഒരിഴയെങ്കിലും പൊട്ടിക്കൂ, കാണട്ടെ കണ്ണ. ഇതിന് കഴിഞ്ഞാൽ നിന്റെ മിടുക്ക് ഞാൻ സമ്മതിക്കാം. പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടി വന്ന് വീണ്ടും കെട്ടിപ്പിടിച്ചു. ഉമ്മകൾ കൊണ്ട് ആ ഭക്തനെ മൂടി. ഭഗവാന്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. കണ്ണൻ പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ആ ബന്ധനം ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ല.